ഡാജി മറ്റേ HR നമ്പർ കിട്ടിയിട്ടുണ്ട്. നീ വിളിച്ചൊന്ന് വേക്കൻസി ഉണ്ടോ നോക്കിയോ? നീ ചോദിക്കടാ. നീ ചോദിക്കേ, എനിക്ക് നിന്റെ അത്ര സംസാരിക്കാനുള്ള കഴിവില്ല. പ്ലീസ്. ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കണേ, നീ വിളിക്ക്. ഞാൻ വിളിച്ചാൽ ശരിയാവില്ലടാ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? നീ വിളിച്ചിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്ക്. എന്നാലും ഒരെന്നാലും ഇല്ല, നീ വിളിക്ക്. നീ വിളിച്ചാൽ മതിയായിരുന്നു. ഹലോ, ഇത് ഡാഷ് ഹോസ്പിറ്റൽസ് അല്ലേ? Yes, Dash HR ആണോ Hospital. സംസാരിക്കണേ? ഇംഗ്ലീഷ് How can I help you? ഇംഗ്ലീഷ് അറിയാം. ഹലോ, ഐ എം BSc നഴ്സിംഗ്, നോ എക്സ്പീരിയൻസ്. Hello. വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. No experience. I have a job. Please give a Currently, job. we are looking for an experienced candidate. Please So we help are me. not hiring freshers at this time. Pressure. Please help me. Job, please. Hello. ഹലോ. അത് പോയി കിട്ടി. എന്താണ് ഇത്? HR ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ മര്യാദയ്ക്ക് മലയാളത്തിൽ സംസാരിച്ചത്, അപ്പോൾ അവൻ്റെ ഒരു കോപ്പിൽ ഇംഗ്ലീഷ്. ഇപ്പോൾ ഉള്ള വേക്കൻസി പോയി കിട്ടി. എന്തൊക്കെ അപരാധങ്ങളാണ് നീ പറഞ്ഞു കൂട്ടിയത്? ഐ ഹാവ് ജോബ് എന്നാ. നിനക്ക് ജോബ് ഉണ്ടെങ്കിൽ നീ അയാൾക്ക് എന്തിനാ വിളിച്ചേ? അയാൾക്ക് എന്താ ജോലി കൊടുക്കാൻ? നീ ആ ഫോൺ ഇങ്ങോട്ട് വന്നേ, ഞാൻ വിളിക്കാം. എടാ, ഇതല്ലടാ ഞാൻ ആദ്യം പറഞ്ഞ് നിന്നോട് വിളിക്കാൻ. ഹലോ, Hello. ഐ എം സ്പീക്കിംഗ് വിത്ത് HR ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഡാഷ് ഹോസ്പിറ്റൽ. Yes. How can I help you? I am a recent BSc nursing graduate looking for a staff nurse opportunity. Does Dash Hospital currently have any vacancies for freshers? Yes, we are hiring freshers. You may send your resume to our Okay, sir. email for Thank you. review. ഇത്രേ ഉള്ളൂ. എടാ, എപ്പോഴാ വെറുതെ അല്ലാണ്ട് വീട്ടിൽ പറയണേ നിന്നെ കണ്ടുപിടിക്കുന്നു. എന്നെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ആപ്പ് ഉണ്ട്. ഒരു മിനിറ്റ്, പ്രൊമോഷനാണോ? ആ, ചെറിയൊരു പ്രൊമോഷൻ. എടാ, നമുക്കുള്ളത് 10 സബ്സ്ക്രൈബേഴ്സ് ആണ്. നീ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രൊമോഷനോടും കയറ്റിയാൽ ഉള്ള സബ്സ്ക്രൈബേഴ്സ് അൺസ്ക്രൈബ് ചെയ്തു പോകും. എന്താന്ന് അൺസ്ക്രബ? അതെന്ത് സാധനം? പിന്നെന്താ, അതല്ലേ അൺസ്ക്രബ് എന്നല്ലേ? ഡാ, അങ്ങനെയല്ല. ഉള്ള സബ്സ്ക്രൈബേഴ്സും എന്താന്ന്